അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ മരണാസന്നനായ ഒരാൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. എന്തിനാ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നത്? എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നതാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലയുടെ മഹത്വമാണ്, ലാ ഇലാഹ ഇല്ലല്ലയുടെ ശ്രേഷ്ഠതയാണ്. അപ്പോൾ ഉറച്ച വിശ്വാസത്തോടു കൂടി, ഇഖ്ലാസോടു കൂടി, സത്യസന്ധമായിക്കൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ടാണ് മരിച്ചത് എങ്കിൽ അയാൾ സ്വർഗത്തിലാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഒരാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ് നമ്മൾ ഉറപ്പിച്ച് പറയൂല, എന്നാൽ അയാൾ സ്വർഗത്തിലാണെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഓരോ വ്യക്തിയെയും എടുത്തിട്ട് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് മരിച്ചത്, അതുകൊണ്ട് അയാൾ സ്വർഗത്തിലാണെന്ന് നമ്മൾ പറയൂല. ലാ ഇലാഹ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, രണ്ട് റുക്നുകളുണ്ട്. ഒന്ന് ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. അവിടെ നിഷേധമാണ് വരുന്നത്. എല്ലാ ആരാധ്യന്മാരെയും നമ്മൾ എന്ത് ചെയ്യാണ്? നിഷേധിക്കുകയാണ്. അള്ളാഹുവിനെ ഒഴികെ എല്ലാ ആരാധ്യന്മാരെയും നമ്മൾ നിഷേധിക്കുകയാണ്. രണ്ടാമത്തെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇല്ലല്ലാഹ്, അവിടെ സ്ഥിരപ്പെടുത്തുകയാണ്. ആ ആരാധ്യൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് എല്ലാ ആരാധ്യന്മാരെയും നമ്മൾ നിഷേധിച്ചു, അള്ളാഹു മാത്രം ആരാധ്യനാണ് എന്ന് രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. ആണ് രണ്ട് റുക്നുകൾ, ലാ ഇലാഹ ഇല്ലല്ലയുടെ രണ്ട് തൂണുകൾ. ആദ്യത്തേത് നിഷേധമാണ്, രണ്ടാമത്തത് സ്ഥിരപ്പെടുത്തലാണ്.